കേന്ദ്ര ബജറ്റിനെതിരെ CPM ഒരു സമരം സംഘടിപ്പിക്കുന്നു ഈ മാസം 25-ാം തീയതി. ആ ദിവസം തന്നെ സഹകരണ മേഖലയിലെ പരിഷ്കാരങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CITU ഒരു സമരം സംഘടിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒന്ന് കേന്ദ്രത്തിനെതിരെ, ഒന്ന് സംസ്ഥാന സർക്കാരിനെതിരെ. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ വരുന്നത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും CITUവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ഒക്കെ തമ്മിൽ ചില യോഗങ്ങൾ നടന്നു. ഒന്നും സംഭവിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചുപിരിയലിൻ്റെ വക്കിലേക്കാണോ നീങ്ങുന്നത്? അല്ല, പൊതുവേ CPMനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോഷക സംഘടനകൾക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് പണ്ടുണ്ടായിരുന്നു. ജനാധിപത്യ പ്രക്രിയ എന്ന നിലയ്ക്ക് CPMൻ്റെ തീരുമാനങ്ങളെടുക്കാം, പോഷക സംഘടനകൾക്ക് അവരുടെ തീരുമാനങ്ങളും എടുക്കാം. പക്ഷെ ഇവിടെ നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല. എന്നുവെച്ചാൽ CITUവിന് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അതിൻ്റെ അകത്ത് വരുന്നില്ല. പകരം CITU തീരുമാനമെടുക്കുന്നു, നടപ്പിലാക്കുന്നു, പാർട്ടി തീരുമാനമെടുക്കുന്നു, പാർട്ടി നടപ്പിലാക്കുന്നു. പക്ഷേ രണ്ട് സമരങ്ങൾ ഒരേ ദിവസം നടക്കുകയാണ് ചെയ്യുന്നത്. അത് പാർട്ടിക്കകത്തുള്ള സംഘടനാപരമായിട്ടുള്ള ഏകോപനം സാധ്യമല്ലാത്തതിൻ്റെ ഫലമായിട്ടാണ്. അടിച്ചുപിരിയോ എന്ന് ചോദിച്ചാൽ ഇത് ഒരു അടിയിലേക്ക് എത്തി അവസാനിക്കാനായിട്ട് സാധ്യതയുള്ളൂ എന്ന തരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം പാർട്ടിയുടെ വലിയൊരു സമരമാണ് ഫെബ്രുവരി 25-ന് കേന്ദ്രത്തിന് നടത്തുന്നത്. എന്നുവെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന വലിയൊരു ജനകീയ സമരം. ആ ജനകീയ സമരത്തിൽ പങ്കെടുക്കേണ്ട ആളുകൾ തന്നെയാണ് CITUവിൻ്റെ നേതൃത്വത്തിൽ അതേ ദിവസം തന്നെ അതേ സമയത്ത് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തും. അപ്പോൾ ഇതിലെന്ത് പൊരുത്തമാണ്? ഒരു പൊരുത്തവും ഇല്ല. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല. പരസ്പരം ഒരു കാര്യവും ആലോചിക്കുകയോ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. ആരാണ് ആദ്യം സമരം പ്രഖ്യാപിച്ചത് എന്ന് പരിശോധിച്ചാൽ രണ്ടാമത് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നവരുടെ തകരാറായിട്ട് തന്നെ വിലയിരുത്താം. പാർട്ടിയാണ് ആദ്യം സമരം പ്രഖ്യാപിച്ചതെങ്കിൽ രണ്ടാമത് പ്രഖ്യാപിച്ച CITU ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് പാടില്ലാത്ത. CITU ആണ് ആദ്യം സമരം പ്രഖ്യാപിച്ചതെങ്കിൽ പാർട്ടി അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്ത് മറ്റൊരു ദിവസമാണ് കേന്ദ്രത്തിനെതിരെ സമരം നടത്തേണ്ടത്. ഇത് ഒന്നുമില്ലാതെ രണ്ടുപേരും ഓരോ ദിവസം തന്നെ സമരം നടത്തുകയും ആ സമരം പരസ്പര വിരുദ്ധവും പരസ്പര യുദ്ധവുമായി മാറിത്തീരുന്നു എന്നുള്ളതാണ്. അത് CPMൽ മുമ്പ് സംഭവിക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ അതൊക്കെ സംഭവിക്കുന്നത് അതിൻ്റെ നേതൃത്വപരമായിട്ടുള്ള തകരാറുകളുടെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കേണ്ടായിരുള്ളൂ. CITU സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറാണ്. പക്ഷേ സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ ചെറുതായിട്ടെങ്കിലും പരിഗണിക്കണം. അതിനോട് MV ഗോവിന്ദൻ ഇതുവരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടില്ല. LDFൻ്റെ കൺവീനറും CITUവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും TP രാമകൃഷ്ണനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ CITU പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ അംഗീകരിച്ചു തരില്ല എന്ന് പാർട്ടി നേതൃത്വം നിലപാടെടുക്കുക, അത് തന്നെയല്ലേ വ്യക്തമാകുന്നൊരു കാര്യം. CPM എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി വർഗ സംഘടനയാണ് എന്നാണ് അത് പറഞ്ഞു വെക്കുന്നത്. തൊഴിലാളി വർഗ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു പാർട്ടി തൊഴിലാളികൾക്ക് താല്പര്യം സംരക്ഷിക്കേണ്ടവർ. ഇവിടെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള തൊഴിലാളികളുടെ സംഘടന അതിൻ്റെ നേതൃത്വം പറയുന്നത് സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയും വരുത്തുന്ന തരത്തിൽ ഉള്ള ആവശ്യങ്ങളല്ല തങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ജോലിയിൽ കയറിയാൽ എന്നും ഒരേ സീറ്റിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്ന പെൻഷൻ പറ്റുന്നവരെ ഒരേ സീറ്റിൽ തന്നെ ഇരുത്തണം അല്ലെങ്കിൽ ഇരിക്കണം എന്ന് പറയുന്ന നിയമം തൊഴിലാളി വർഗ താല്പര്യ വിരുദ്ധമാണ് എന്നവർ പറയുന്നു. രണ്ടാമത് അവർക്ക് ലഭ്യമാകേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ശമ്പള കമ്മീഷനും അതിനെ അനുസരിച്ച് ശമ്പള വർധനവുമൊക്കെ, ഇതൊക്കെ എല്ലാ തൊഴിലാളികളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. തൊഴിലാളി വർഗ താല്പര്യം പറയുന്ന പാർട്ടി അത് പരിഗണിക്കേണ്ടതാണ്. പക്ഷേ സർക്കാരിൻ്റെ മുന്നിൽ ഈ വിഷയങ്ങളെല്ലാം വരുന്ന സമയത്ത് സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. സർക്കാർ ഒരു മാനേജ്മെൻറ്റ് മാത്രമായി മാറുന്നു. ആ മാനേജ്മെൻറ്റ് കർക്കശമായിട്ടുള്ള ശാഠ്യം എടുക്കുകയും തൊഴിലാളികൾ പറയുന്ന ഒന്നും കേൾക്കാനായിട്ട് തയ്യാറില്ല എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ സർക്കാരിന് വിധേയമായി ഈ സമരത്തിൽ നിന്ന് CITU പിന്മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൊഴിലാളി ചോദിക്കും, പിന്നെ എന്തിനാണ് നമുക്ക് ഈ സംഘടന? നമുക്ക് ഈ സംഘടനയുടെ ആവശ്യമില്ല. കാരണം ഈ സംഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ താല്പര്യം മുന്നോട്ട് വെച്ച് സമരം നടത്തുന്ന സമയത്ത് ആ സമരം പരാജയപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സമരത്തിന് നിന്ന് പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് വിധേയമാകുക എന്ന് പറഞ്ഞാൽ, പിന്നെ തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പാർട്ടിയും അതുപോലെ തന്നെ ആ പാർട്ടിയുടെ ഒരു പോഷക സംഘടനയായിട്ടുള്ള CITU പ്രവർത്തിക്കുന്നതിലൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്.
മുമ്പ് ഇതാണ് അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. മുമ്പ് ഈ CI2 ഇത്തരത്തിൽ തലയെടുപ്പുള്ള ഒരുപാട് നേതാക്കളുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഒരു CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് തന്നെ ഈ CI2-ൻ്റെ നേതാക്കളുടെയൊക്കെ തലയെറിഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ലേ? അപ്പം എപ്പോഴൊക്കെ CI2 ശക്തമായി വരുന്നു അപ്പോഴൊക്കെ CPM അങ്ങനെ നിലപാട് സ്വീകരിക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, മുൻകാലങ്ങളിൽ ഇപ്പോൾ EMSൻ്റെ ഒരു കാലത്ത് EMSൻ്റെ ഒരു നയപ്രഖ്യാപനത്തിൽ തന്നെ ഒരു പാർട്ടി ശക്തമാകുന്നത് ആ പാർട്ടിക്കകത്ത് നിൽക്കുന്നതായിട്ടുള്ള പോഷക സംഘടനകൾ ശക്തി പ്രാപിക്കുന്നതിൻ്റെ അടിസ്ഥാനം. അതൊരു ഫെഡറൽ കൺസെപ്റ്റാണ്. രാജ്യത്തിന് മാത്രമല്ല ഫെഡറലിസം ഉള്ളത്, സംഘടനകൾക്കും ഫെഡറലിസം ഉണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു ആവശ്യ ഘടകവുമാണ്. അപ്പോൾ പാർട്ടിയാണ് ഇതിൻ്റെ ഒരു കേന്ദ്രബിന്ദു. പാർട്ടിയെ വളർത്തുന്നത് പോഷക സംഘടനകളാണ്. ഇപ്പോൾ CITU, അതുപോലെ മഹിളാ അസോസിയേഷൻ, SFI, DYFI, കർഷക തൊഴിലാളികൾ, അങ്ങനെ നിരവധി പോഷക സംഘടനകൾ പ്രവർത്തിക്കുകയും ആ പോഷക സംഘടനകളെല്ലാം പാർട്ടിയെ പോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ വളർത്തി വികസിപ്പിക്കണമെങ്കിൽ ഈ സംഘടനകൾക്കൊക്കെ അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രവർത്തന ഇടമുണ്ടാകണം. ആ പ്രവർത്തന ഇടം നൽകുമ്പോൾ മാത്രമാണ് അവയ്ക്ക് വളരാൻ കഴിയുള്ളൂ. ഇപ്പോൾ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തൊഴിലാളി സംഘടന. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ നിരന്തരമായിട്ട് പോരാട്ടം നടത്തേണ്ടി വരും. അവരുടെ മുന്നിലുള്ള സർക്കാർ ആര് എന്നവർ പരിശോധിക്കേണ്ടതില്ല. ഇടതുപക്ഷ സർക്കാർ വരാം, വലതുപക്ഷ സർക്കാർ വരാം, BJP സർക്കാർ വരാം, ആരും വരാം. അങ്ങനെ വരുന്ന സമയത്ത് ആ സർക്കാരിൻ്റെ മുഖം നോക്കാതെ തന്നെ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സമരം നടത്തിയാൽ മാത്രമാണ് ആ സംഘടനയ്ക്ക് ശക്തി ഉണ്ടാവുകയുള്ളൂ, അതിൽ ആളുകളുണ്ടാവുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നതിനനുസരിച്ചിട്ട് തൊഴിലാളികൾ മുട്ടുമടക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൊഴിലാളി സംഘടനയുടെ നേതാക്കൾ മുട്ടുമടക്കിയാൽ പിന്നീട് ഈ തൊഴിലാളികൾക്കാരും ആരും തന്നെ ആ സംഘടനയിൽ പ്രവർത്തിക്കാനുണ്ടാവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ CITU ദുർബലമാകും. CITU ദുർബലമാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? CPM ദുർബലമാകുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട്. അതുകൊണ്ടാണ് EMSൻ്റെ കാലത്ത് പോഷക സംഘടനകൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള അനുവാദം നൽകപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് എല്ലാം പാർട്ടി മാത്രമല്ല, എല്ലാം പാർട്ടിയുടെ ഒരു നേതാവ്, അത് പിണറായി വിജയൻ എന്ന നിലക്ക് രൂപപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പിണറായി വിജയൻ ഇഷ്ടമില്ല ഇവിടെ CITU സമരം നടത്തുന്നത്. സർക്കാരിനെതിരെ ഒരു കാരണവശാലും CPM-ൻ്റെ പോഷക സംഘടനകൾ സമരം നടത്താൻ പാടില്ല എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ കാഴ്ചപ്പാട്. പുതിയ MM ലോറൻസിനെയും പുതിയ VB ചെറിയന്മാരെയും ഒക്കെ പാർട്ടി നേതൃത്വം ഭയക്കുന്നു എന്നൊരർത്ഥം കൂടെ വരുന്നില്ല അപ്പോൾ അതിന്? അല്ല, പുതിയ MM ലോറൻസോ പുതിയ VB ചെറിയാനോ ഒന്നും ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടായി വരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എത്രയോ കാലമായി CPM-ൽ തൊഴിലാളി വർഗ താല്പര്യത്തിന് വേണ്ടിയിട്ട് തൊഴിലാളി സംഘടനകൾ ശക്തമായിട്ടുള്ള സമരം നടത്തിയ വാർത്തകൾ വരാതായിട്ട്. സമരങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഒരു സമരം ഉയർന്നു വന്നിരിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. സമരം ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത, സമരം ചെയ്യേണ്ടതുണ്ടെന്ന് വിശ്വസിക്കാത്ത ആൾക്കൂട്ടങ്ങളുടെ സംഘടനയായിട്ട് ഈ സംഘടനകളെയൊക്കെ മാറ്റി തീർത്തത് യഥാർത്ഥത്തിൽ ഇന്നത്തെ CPM-ൻ്റെ നേതാക്കളാണ്. അതിൻ്റെ കാരണം CPM അധികാര പാർട്ടിയാണ്, ഭരണത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഈ സംഘടനകളൊക്കെ MM ലോറൻസ് ആയാലും VB ചെറിയാനൊക്കെ ആയാലും അന്ന് വളർന്നു വന്നിരുന്നത് നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ തെറ്റായിട്ടുള്ള സമീപനങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും പോരാട്ടം നടത്തിയിട്ടായിരുന്നു. അങ്ങനെ പോരാടുമ്പോഴാണ് ഒരു സംഘടന ശക്തിപ്പെടുന്നത്. കാരണം ഈ സംഘടന ആവശ്യമാണ് എന്ന് ആ സംഘടനകൾക്ക് തോന്നും. കാരണം തങ്ങളുടെ ആവശ്യങ്ങൾക്കും തങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടാൻ ഉള്ള ഒരു അത്താണി എന്ന് പറയുന്നത് ഈ സംഘടനയാണ് എന്ന ഫീൽ അവർക്കുണ്ടാകും. ഇപ്പം അതില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് CPM-ൻ്റെ ഭരണകൂടമുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് CPM-ൻ്റെ എല്ലാ പോഷക സംഘടനകളും ശുഷ്കിച്ചു വരികയാണ്. SFI ക്രിമിനലുകൾ മാത്രമായി മാറിക്കഴിഞ്ഞു. അവർക്ക് രാഷ്ട്രീയ ബോധമോ ഇല്ലാത്ത സ്ഥിതി വന്നു. DYFI എന്ന് പറയുന്നത് കേരളത്തിലുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. CITU-ൻ്റെയും സ്ഥിതി അതെല്ലാം തന്നെയാണ്. മഹിളാ അസോസിയേഷൻ്റെ സ്ഥിതി അതാണ്. കർഷകരുടെ സംഘടന, അത് കർഷക സംഘടന, കർഷക തൊഴിലാളികളുടെ സംഘടന, അതിനെക്കുറിച്ചൊന്നും ആർക്കും കേട്ടുകേൾവി പോലുമില്ലാത്ത തരത്തിലേക്ക് അതെല്ലാം തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഭരണം മാത്രം മതി, മറ്റൊന്നും വേണ്ട എന്ന നിലയിലേക്ക് CPM എത്തിയതിൻ്റെ ഫലമായി സംഭവിക്കുന്ന ദുരന്തമാണ്. അതിനിടയിലാണ് ഇവിടെ ഇപ്പോൾ
ഒരേ ദിവസം CPM-ൻ്റെ സമരവും അതേപോലെ തന്നെ CITU-വിൻ്റെ സമരവും വരുന്നത്. ഈ അന്തസംഘർഷത്തിന് പ്രധാനപ്പെട്ട കാരണം നേതൃത്വത്തിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയും അതേപോലെ തന്നെ കാഴ്ചപ്പാടില്ലായ്മയും ഏകോപനമില്ലായ്മയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം കേന്ദ്രത്തിനെതിരെ ഒരു സമരം നടത്താനായിട്ട് കേരളത്തിലെ ഇടതുപക്ഷം തയ്യാറാവുമ്പോൾ ആ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള എല്ലാ സംഘടനകൾക്കും അതിൽ പങ്കെടുക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ 25-ാം തീയതി സമരം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പ്രഖ്യാപന കൺവെൻഷനോ വിളംബര ജാഥയോ ഒക്കെ നടക്കാമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഇരു കൂട്ടർക്കും അറിയാമായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഈഗോയും കൂടെ വർക്കൗട്ട് ചെയ്യുന്നതാണ് മനസ്സിലാകുന്നത്. അല്ല, ഈഗോ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേതൃത്വപരമായിട്ടുള്ള പ്രവർത്തനമല്ല നടക്കുന്നത്. പകരം പാർട്ടി ഒരു കാര്യം അങ്ങോട്ട് പ്രഖ്യാപിക്കും, അതെല്ലാം ബാക്കിയുള്ള കാര്യം എന്ത് ചെയ്താൽ നടത്തിയാൽ മതി. അല്ലാണ്ട് ചർച്ച നടത്തി നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് എല്ലാ ആളുകളും അന്ന് സമരത്തിൽ പങ്കെടുക്കേണ്ടതാണ് എന്ന് പറയാൻ പോലുള്ള ഒരു അവസരം നേതൃത്വത്തിന് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ചർച്ചയൊക്കെ നടത്തി, ഗോവിന്ദനുമായിട്ട് ചർച്ചയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞ വാർത്തയൊക്കെ വരുന്നത്. ടി വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിൽ എന്താണ് നമ്മൾ ഈ VB ചെറിയാനും അതേപോലെ തന്നെ MM ലോറൻസിനും പകരമായിട്ട് വച്ചിരിക്കുന്നതായിട്ടുള്ള CITU നേതാവാണ്. അപ്പോൾ അദ്ദേഹം തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചാൽ ആ സംസാരം കേൾക്കാനായിട്ട് CPM-ൻ്റെ സെക്രട്ടറി ഗോവിന്ദൻ അല്ലാത്ത സാഹചര്യം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ളതായിട്ടുള്ള സംഘർഷത്തിൻ്റെ ഒരു ഭൂമിക തുറന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.